ദിവസം മലയാള മാധ്യമങ്ങൾ ആവേശത്തോടെ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണ് വടകര സ്വദേശിയായ ആൽവിൻ എന്ന 21-കാരന്റെ മരണം. കോഴിക്കോട് ബീച്ച് പരിസരത്ത് തൊഴിലിന്റെ ഭാഗമായി വീഡിയോ ചിത്രീകരണത്തിനിടെയുണ്ടായ അപകടമായിരുന്നു സിനിമാറ്റോഗ്രാഫർ കൂടിയായ ആൽവിന്റെ ജീവനെടുത്തത്. എന്നാൽ മാധ്യമങ്ങൾക്ക് അത് വെറും ഒരു അപകട മരണം മാത്രമായിരുന്നില്ല. സംഭവം അറിഞ്ഞ മാത്രയിൽ ന്യൂസ് ഡെസ്കുകൾ ഉണർന്നു. വീഡിയോ ചിത്രീകരണത്തിനിടെ യുവാവിന് ദാരുണാന്ത്യം, വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു, സിനിമാറ്റോഗ്രാഫറുടെ ജീവനെടുത്തത് അമിത വേഗത തുടങ്ങിയ തലക്കെട്ടുകളായിരുന്നു മാധ്യമങ്ങളുടെ നടപ്പുരീതി അനുസരിച്ച് നൽകേണ്ടിയിരുന്നത്. പക്ഷേ ചേസിംഗ് റീൽസ് ചിത്രീകരണത്തിനിടെ അപകടം, നടു റോട്ടിലെ റീൽസ് പിടുത്തം, ജീവനെടുത്ത് റീൽസ് തുടങ്ങി പുതുതലമുറയിലെ റീൽസ് പിടുത്തം നാടിനാപത്താകുന്നത് എങ്ങനെ, ജീവനെടുക്കുന്നത് എങ്ങനെ എന്ന ഉപദേശത്തിൽ പൊതിഞ്ഞ വൈകാരിക റിപ്പോർട്ടുകളുടെ പ്രളയമായിരുന്നു പിന്നീട് കണ്ടത്. ഹെഡ്ലൈൻ ഹിറ്റുണ്ടാക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തിൽ മാധ്യമങ്ങൾ നൽകിയ ആ വാർത്തയ്ക്ക് കീഴിൽ മലയാളികൾ കുമിഞ്ഞുകൂടി. മനോനില തെറ്റിയ ഒരു ന്യൂ ജനറേഷൻ റീൽസോളി. അവനവന്റെ വിധി വരുത്തി വെച്ചു. അല്ലെങ്കിലും ഇവനൊന്നും ജീവിച്ചിരുന്നിട്ട് വീട്ടുകാർക്കോ നാടിനോ ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. നിമിഷം നേരം കൊണ്ട് ആ മൃതദേഹത്തെ കണക്കിന് ആക്ഷേപിച്ചുകൊണ്ടേയിരുന്നു. പുച്ഛവും പരിഹാസവും കലർന്ന കമന്റുകൾ മലയാളികൾ ടൈപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു. ഭാരമുള്ള ജോലികളൊന്നും ചെയ്യാൻ സാധിക്കാത്ത ആളായിരുന്നു ആൽവിൻ. 2 വർഷം മുൻപ് കിഡ്നി ഓപ്പറേഷൻ കഴിഞ്ഞ ചെറുപ്പക്കാരനായിരുന്നു. ചെക്കപ്പിന്റെ ഭാഗമായാണ് നാട്ടിലെത്തിയത്, അതും 2 ആഴ്ച മുൻപ്. അപ്പോഴാണ് പ്രമോഷൻ വീഡിയോ ചിത്രീകരിക്കാൻ അവസരം ലഭിച്ചത്. അതിനിടെയാണ് മരണം. അതായത് വെറുമൊരു തൊഴിൽ മാത്രമായിരുന്നില്ല ആൽവിന് വീഡിയോ എഡിറ്റിംഗ്. പ്രതിസന്ധികളിൽ കൈത്താങ്ങായി മാറിയ ഒരു കലയായിരുന്നു. അങ്ങനെ ഒരാളെയാണ് കൊത്തിവലിക്കാൻ പാകത്തിൽ മാധ്യമങ്ങൾ ചൂണ്ടയിൽ കോർത്ത് ഇരയാക്കിയത്. തലക്കെട്ട് കേവലം റീലാക്കുന്ന ബുദ്ധി മാധ്യമങ്ങളുടെ ഡെസ്കിൽ നിന്നും വരുന്നത് അത്തരം വാർത്തകൾ കൊത്തി തിന്നാൻ വരുന്ന മലയാളികളെ മുൻപിൽ കണ്ടാണ്. അവരെ തൃപ്തിപ്പെടുത്തുകയായിരുന്നു ആ വാർത്തയിലൂടെ മാധ്യമങ്ങൾ. അവിടം കൊണ്ടും തീർന്നില്ല മാധ്യമധർമ്മം. അടുത്തുള്ള കോളേജുകളിലേക്കും പാർക്കുകളിലേക്കും റിപ്പോർട്ടർമാരെ പറഞ്ഞുവിട്ട് അഭിപ്രായമെടുത്തു. അപകടകരമായ വിധം റീൽസ് എടുക്കുന്നതിനെ കുറിച്ചായിരുന്നു ചോദ്യങ്ങളല്ല. തെറ്റായ വാർത്തകൾ ഒരിക്കലും തിരുത്തി ശീലമില്ലാത്ത മാധ്യമങ്ങൾ അതിന്റെ ജാള്യത മാറ്റാൻ എന്നോണം റീലെടുത്ത് മരിക്കുന്നവരുടെ വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ടുകളും ഫോളോ അപ്പായി തുടർച്ചയായി നൽകുന്നുണ്ട്. പ്രതികരിച്ചാൽ തന്തമാരാക്കുന്നു, അഭിപ്രായം പറഞ്ഞാൽ പ്രശ്നമാണോ എന്നാണ് ആ വാർത്തകളുടെയൊക്കെ ഒരു ധ്വനി. അത് വെറുമൊരു പ്രതികരണമായിരുന്നോ അതോ വിദ്വേഷമായിരുന്നോ എന്ന് അവർ തന്നെ ആലോചിക്കട്ടെ. അപകടകരമായ രീതിയിൽ വീഡിയോ ചിത്രീകരിക്കുന്നത് നിർത്താനുള്ള ബോധവൽക്കരണവും അത്തരം ചർച്ചകളും പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അത് പക്ഷേ തെറ്റായൊരു വാർത്തയുടെ ജാള്യതയിൽ നിന്നാവരുത് എന്ന് മാത്രം. കാരണം വീഡിയോ പ്രൊമോഷനും കോണ്ടന്റ് ക്രിയേഷനും തൊഴിലാണെന്നും ആ തൊഴിലിലൂടെ പുതിയ തലമുറ പുതിയ ലോകം കണ്ടെത്തുന്നുണ്ടെന്നും ഇനിയെങ്കിലും ഈ മാധ്യമങ്ങൾ തിരിച്ചറിയണം.